ഹായ്. ഇന്ന് നമുക്ക് വളരെ ഫെമിലിയറായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വളരെയധികം കേട്ട് വന്നൊരു വിഷയമാണ് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട്. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നു, ജേണൽ എഴുതുന്നു, അത് പ്രാവർത്തിയിൽ കൊണ്ടുവരാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പലപ്പോഴും ഇത് വർക്കൗട്ട് ആവുന്നില്ലല്ലോ. ഇത് ശരിയാണോ, ആളുകൾ വെറുതെ പറയുകയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. മാനിഫെസ്റ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഷാഹിദ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാതിരിക്കാനുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ, 2 സംശയം. അതായത് നമുക്ക് ആദ്യം തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയെക്കുറിച്ചൊന്ന് സംസാരിക്കാം. നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇതുവരെയും കിട്ടിയിരുന്ന അനുഭവങ്ങളെക്കുറിച്ചിട്ടും അതിൽ നമ്മൾ തൃപ്തരാവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒന്നും നമുക്ക് യാതൊരു ബോധ്യവുമില്ല. നമ്മൾ കിട്ടിയതിൻ്റെ കുറവുകളെ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ബ്ലെസ്സിങ്സിൻ്റെ കുറവുകളെയാണ് നമ്മൾ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിൽ എനിക്കിത് കിട്ടി, എനിക്ക് ഇത്രയും ഞാൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് വളരെ മുന്നോട്ട് വരികയും എനിക്ക് ഇത്രയേറെ കാര്യങ്ങൾ ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ലഭിക്കുകയും ചെയ്തു. എല്ലാം ബോണസാണ്. ഒന്നും കൊണ്ടുവരാതെ ഭൂമിയിലേക്ക് വന്ന നമുക്ക് ഇവിടെ കിട്ടിയതെല്ലാം ബോണസാണ്. സ്നേഹവും പരിഗണനയും സാമ്പത്തിക സ്ഥിതിയും സൗന്ദര്യവും എല്ലാം അതിനൊരു ഘടകങ്ങളാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനും കളറിനെ കുറിച്ചുള്ള ഡിസ്ക്രിമിനേഷനും ഒക്കെ എത്ര സൗന്ദര്യമുണ്ടെങ്കിലും നമ്മൾ പറയും നമ്മൾ അവരെ പോലെ ഇല്ല, ഇവരെ പോലെ ഇല്ല എന്ന് പറയുന്നു. സാമ്പത്തിക സ്ഥിതി എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് മുകളിലുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു. അവരൊരു പക്ഷേ ആ സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ടാവാം. അവരുടെ പ്ലാൻ വ്യത്യസ്തമായിരുന്നിരിക്കാം. നമ്മുടെ ബുദ്ധിയിൽ നിന്ന്, നമ്മുടെ IQ ലെവലിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടായിരിക്കും അവർ ആ സ്റ്റേജിൽ നിന്ന് എത്തി നിൽക്കുന്നത്. പക്ഷേ നമ്മളിവിടെ തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. ഈ തുടങ്ങുന്ന സമയത്തും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഇല്ലാതെ നമുക്ക് വലിയൊരു തീവ്രമായ ആഗ്രഹം നിലനിൽക്കുന്നിടത്ത് സാധിച്ചതിനെക്കുറിച്ച് അല്ലെങ്കിൽ സാധിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മറ്റൊരാളെ താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് മുന്നിൽ സക്സസ് ആയി നിൽക്കുന്ന വ്യക്തികളെ താരതമ്യം ചെയ്യുന്നു. എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ല, ഇങ്ങനെയാവാൻ പറ്റിയില്ല. നോക്കൂ, നമ്മൾ എന്താണ് നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു ബാലപാഠമാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത്. അത് പ്രാക്ടിക്കൽ വേയിൽ പ്രൊഡക്ടിവിറ്റിയോടുകൂടി നമ്മൾ ചെയ്ത് വർക്ക് ചെയ്ത് നമ്മളതിൻ്റെ റിസൾട്ട് കൊണ്ടുവരുമ്പോഴാണ് ഈ പറയുന്ന ആളുകൾക്ക് മുന്നിലെത്താനും അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡലായിട്ട് ധരിച്ചു വെച്ചിരുന്നവർക്ക് മുന്നിലെത്താനും അവരുടെ ഒപ്പം എത്താനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ പരാതികൾ പറയുന്നത് ഒരു പ്രധാന കാരണമാണ്. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്കൊരു 100 രൂപയാണ് സമ്പാദിക്കാൻ കഴിഞ്ഞുള്ളൂ. ഓക്കെ, അതിൽ ഹാപ്പി ആവുക. ആ 100 രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യങ്ങളെയും ഒക്കെ നിങ്ങൾ സ്നേഹത്തോടെയും നന്ദിയോടെയും കൂടി ഓർക്കുക. തീർച്ചയായിട്ടും നാളെ നിങ്ങൾക്ക് 100-ൽ നിന്ന് 150-ലേക്കും അടുത്ത ദിവസം 500-ലേക്കും 1000-ലേക്കും സഞ്ചരിക്കാനായിട്ട് അതിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരും, ദൂരം കുറഞ്ഞു വരും. വളരെ പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ. അഥവാ ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാന്നിരിക്കട്ടെ, എന്താ സംഭവിക്കുന്നതെന്നറിയോ? എനിക്ക് 100 രൂപയെ കിട്ടിയുള്ളൂ, മറ്റൊരാൾക്ക് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത ആൾക്ക് 150 കിട്ടി. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാവീണ്യവും വിദ്യാഭ്യാസവും മറ്റു കാര്യവും പൊട്ടൻഷ്യലും കൊണ്ടായിരിക്കും അദ്ദേഹം 150 സമ്പാദിച്ചത്. പക്ഷേ നമ്മളുടെ കാര്യവിജയം നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താ? 100 രൂപയെ കിട്ടിയുള്ളൂ. നമ്മുടെ പൊട്ടൻഷ്യലിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. നമ്മളുടെ കാര്യവിജയത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് വളരെ തെറ്റായൊരു മാർഗമാണ്. നമുക്ക് ലഭിച്ച ആരോഗ്യസ്ഥിതിയിൽ, സമ്പത്തിൽ, ബന്ധങ്ങളിൽ എല്ലാം വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക, താങ്ക്ഫുൾ ആവുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. അടുത്ത സബ്ജക്റ്റിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. അടുത്തൊരു വിഷയം സംശയമാണ്. നമ്മൾ പലപ്പോഴും എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇതിലെനിക്ക് ഗുഡ് റിസൾട്ട് ഏൺ ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കുന്നതിന് പകരം ഇത് നടക്കുമോ? ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് വെറുതെ ഇരുന്ന് എഴുതിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്താലോ അഫർമേഷൻസ് പറഞ്ഞാലോ ഇതൊക്കെ നടക്കുമോ? ഈ ഒരു ചിന്ത ആദ്യം മനസ്സിൽ നിന്ന് കളയുക. സംശയം പാടില്ലാതെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം.
അപ്പോൾ ചോദിക്കും മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ, വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ കാര്യങ്ങൾ നടക്കുമോ, ജോലി ചെയ്യണ്ടേ? തീർച്ചയായിട്ടും വേണം. അതാണല്ലോ മെയിൻ. നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടാണ് ആദ്യം സംസാരിക്കേണ്ടത്. നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ആ ലാംഗ്വേജ് ട്യൂട്ടർ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, മനസ്സുകൊണ്ട് നിങ്ങൾ സംസാരിക്കൂ എന്ന് പറയും. ഈ ലാംഗ്വേജിൽ, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ലാംഗ്വേജിൽ മനസ്സുകൊണ്ട് നിങ്ങളോട് തന്നെ സംസാരിക്കൂ എന്ന് പറയും. അതിനുശേഷം നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന വാക്കുകൾ തെറ്റാതെ ഉച്ചരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സംശയ നിവാരണം നമ്മുടെ മനസ്സിൽ നടത്തേണ്ടത്. നമ്മൾ കാണുന്ന, കേൾക്കുന്ന, പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഇതെനിക്ക് ചെയ്യാൻ കഴിയും, എനിക്കതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്, പൊട്ടൻഷ്യലുണ്ട്, ഞാനിതിലേക്ക് എത്തും, എനിക്കിതിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി മനസ്സിൽ ആദ്യം സംശയ നിവാരണം നടത്തി ഉറപ്പിച്ചങ്ങ് വിശ്വസിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പിടിക്കാൻ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ഗോൾ സെറ്റ് ചെയ്തെടുത്ത് എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനെ കുറിച്ചിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. വളരെ പോസിറ്റീവായിട്ട് വേണം വിഷ്വലൈസ് ചെയ്യാനായിട്ട്. അതായത് വേറെ ആർക്കും അവിടെ ഒരു ദ്രോഹമോ മറ്റു കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ വിജയത്തിന് വേണ്ടി എനിക്ക് ഏത് പൊസിഷനിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾ, ഇന്ന ദിവസം, ഇന്ന ഡേറ്റ്, ഇന്ന സമയത്ത് എനിക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന ആത്മവിശ്വാസത്തോടു കൂടി വിഷ്വലൈസേഷൻ നടത്തുക. ഉത്കണ്ഠ മാറ്റി വെച്ചിട്ട് അത് ജേണലായിട്ട് എഴുതുക. അതിനുശേഷം ഉത്കണ്ഠ വരികയാണെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ ഈ വിഷയത്തിൽ ഉത്കണ്ഠപ്പെട്ടിരിക്കുകയാണ്, എനിക്കതിൽ സംശയമുണ്ട്, പക്ഷേ ഈ സംശയത്തെ ഞാൻ മാറ്റിയിരിക്കുന്നു, തീർച്ചയായിട്ടും എന്നിലേക്ക് ഈ കാര്യങ്ങൾ സംഭവിക്കപ്പെടും എന്നുള്ള ആത്മവിശ്വാസം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. വിചാരിച്ച വിഷയത്തിൽ, എന്ത് കാര്യത്തിലാണോ വിജയിക്കണം എന്നാഗ്രഹിച്ചത് ആ വിഷയത്തിൽ. നിങ്ങളുടെ സംശയത്തെ അകറ്റി നിർത്താനായിട്ട് ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം. നിങ്ങളൊരു ബലൂൺ എടുത്ത് വീർപ്പിക്കും തോറും അത് വലുതാകുന്നതനുസരിച്ച് നിങ്ങളുടെ ഉത്കണ്ഠയും വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉത്കണ്ഠയുണ്ട്, ആ ഉത്കണ്ഠ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള സംശയത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ബലൂൺ വലുതായി വരും തോറും നമ്മുടെ ഉത്കണ്ഠയുടെ അളവ് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. പരമാവധി വീർപ്പിച്ചെടുക്കുമ്പോൾ ആ ബലൂൺ പൊട്ടിപ്പോകും. അതിൽ നിന്ന് മനസ്സിലാക്കുക, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഔട്ടായി പോകും എന്നുള്ളത്. കാരണം നമ്മുടെ ഉത്കണ്ഠയാണ് ആ വീർത്ത് വന്ന് നമ്മളെ തന്നെ ഇല്ലാതാക്കിയത്. മറ്റൊരു ബലൂൺ എടുക്കുക, നിങ്ങളതിൽ പരമാവധി അതിന് കപ്പാസിറ്റി, ആ ബലൂണിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള എയർ നിറക്കുക. അതിനുശേഷം വീർപ്പിച്ച് എയർ നിറക്കുക. അതിനുശേഷം ഈ ബലൂൺ ഒന്ന് കെട്ടിയിട്ട് നിങ്ങൾ പറത്തി വിടുക. നിങ്ങളുടെ ഉത്കണ്ഠയെ പറന്നു പോകുന്നതായിട്ട് സങ്കല്പിക്കുക. പല ആവർത്തി ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം പൊട്ടിച്ചിതറിപ്പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഉത്കണ്ഠ നമ്മളെ തകർക്കില്ല. അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.